PM സ്വനിധി വളരെ ഇപ്പം ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ വഴിയോര കച്ചവടക്കാരായിട്ട് തിരുവനന്തപുരത്തുള്ള ചില ആൾക്കാരത്തെങ്കിലും ഞാൻ ചുമ്മാ ചോദിക്കാറുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ ധാരാളം ആൾക്കാർക്ക് പെട്ടിക്കടയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഉന്തുവണ്ടി വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരത്ത് ചോദിക്കുമ്പോൾ PM സ്വനിധി ലോൺ ലഭിച്ച ആൾക്കാർ ലക്ഷക്കണക്കിനുണ്ട്. അതിൻ്റെ കണക്കെന്ന് ധനമന്ത്രി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. PM സ്വനിധി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന വായ്പയുടെ തോത് 10,000-ൽ നിന്നും 30,000-ആയിട്ട് ഉയർത്തുവാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 2 കോടി വരെ കാർഷിക മേഖലയിൽ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഉള്ള ആവശ്യത്തിന് ബാങ്കിൽ നിന്നും വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി കവറേജ് ഉണ്ട്. അപ്പോൾ ബാങ്കുകൾക്ക് NPA വന്നാലും ഗ്യാരണ്ടി കവറേജ് ഉള്ളതുകൊണ്ട് ഒരു 60-70% അവർക്ക് ആ ഫണ്ടിൽ നിന്നും തിരിച്ചു കിട്ടും എന്നുള്ള ഒരു കംഫർട്ട് ഉള്ളതുകൊണ്ട് AIFൻ്റെ ലോൺസ് കൊടുക്കുന്നു. പലിശ നിരക്ക് 7% മാത്രം. ബാക്കി സർക്കാർ ഈ സബ്സിഡി പലിശ ഇനത്തിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വായ്പകളെല്ലാം തന്നെ നമ്മുടെ വളർച്ച കൃഷിരംഗത്തെയും ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളുടെ രംഗത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല.